ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ പ്രസൻറ്റേഷൻ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മെൻറ്ററിങ് ആൻഡ് കൗൺസിലിംഗ്. ഫസ്റ്റ് നമുക്ക് മെൻറ്ററിങ് എന്ന് എന്താണെന്ന് നോക്കാം. മെൻറ്ററിങ് ഈസ് എ കരിയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ് വെയർ ബൈ ലെസ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ് ആർ മാച്ച്ഡ് വിത്ത് മോർ എക്സ്പീരിയൻസ്ഡ് കൊളീഗ്സ് ഫോർ ഗൈഡൻസ് എയ്തർ ത്രൂ ഫോർമൽ ഓർ ഇൻഫോർമൽ പ്രോഗ്രാംസ്. ഫോർമലോ ഇൻഫോർമലോ ആയ പ്രോഗ്രാംസിലൂടെ മാർഗനിർദ്ദേശത്തിനായി എക്സ്പീരിയൻസ്ഡ് ആയ കുറച്ച് എംപ്ലോയീസിനെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള കൊളീഗ്സുമായിട്ട് പൊരുത്തപ്പെടുത്തുന്ന ഒരു കരിയർ ഡെവലപ്മെൻറ്റ് മെത്തേഡാണ് മെൻറ്ററിങ്. ആൻഡ് employees pair with more experienced co-workers in order to gain knowledge, skills, experience, information and advice. Anyone at any job level may participate and benefit from a mentoring relationship. ആൻഡ് സ്റ്റേജസ് ഓഫ് മെൻറ്ററിങ്. മെൻറ്ററിങ്ങിന് മേജറായിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് പ്രിസ്ക്രിപ്റ്റീവ് സ്റ്റേജ്. ഇറ്റ് ഇൻക്ലൂഡ് കോൺട്രാക്റ്റിംഗ്, സെറ്റിംഗ് ബൗണ്ടറി കണ്ടീഷൻസ്, കോൺഫിഡൻഷ്യാലിറ്റി. കോൺട്രാക്റ്റിംഗ് മീൻസ് കരാർ ചെയ്യുക, ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് സെറ്റ് ചെയ്യുക ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. സെക്കൻഡ് സ്റ്റേജാണ് പെർസ്വേസീവ് സ്റ്റേജ്. ഇറ്റ് ഡിഫൈനിങ് ക്രക്സ് ഓഫ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൻ്റെ ക്രക്സ് ഇറ്റ് മീൻസ് കാതൽ നിർവചിക്കുക. ആൻഡ് അണ്ടർസ്റ്റാൻഡ് മെൻറ്റി വിത്ത് റെസ്പെക്റ്റ് ടു ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഉപദേഷ്ടാവിനെ മനസ്സിലാക്കുക. ദെൻ തേർഡ് സ്റ്റേജാണ് കൊളാബറേറ്റീവ് സ്റ്റേജ്. ഇറ്റ് ഇൻക്ലൂഡ് ജനറൽ ഇഷ്യൂസ്, സ്പെസിഫിക് ഇഷ്യൂസ്, റോഡ് മാപ്പ് ഫോർ ഫ്യൂച്ചർ ഡിസ്കഷൻ. ആൻഡ് ലാസ്റ്റ് സ്റ്റേജാണ് കൺഫർമേറ്റീവ് സ്റ്റേജ്. ഗൈഡൻസ് ബൈ പ്രൊവൈഡിങ് ഡയറക്ഷൻ. മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഗൈഡൻസ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് എ മെൻറ്ററിങ് പ്രോഗ്രാംസ്. മെൻറ്ററിങ് പ്രോഗ്രാംസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെപ്രസെൻറ്റ്സ് മേക്കിംഗ് എ ഡിഫറൻസ് ടു ദ ഓർഗനൈസേഷൻ, പ്രൊഫഷൻ ആൻഡ് മെൻറ്റി. ഓർഗനൈസേഷൻ, പ്രൊഫഷൻ ആൻഡ് മെൻറ്റി മീൻസ് ഉപദേഷ്ടാവ് എന്നിവയിൽ മാറ്റം വരുത്തുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. പ്രൊവൈഡ്സ് ദ ഫുൾഫിൽമെൻറ്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സംതൃപ്തി നൽകുന്നു. ഗീവ്സ് പേ ബാക്ക് ഫോർ ദ സപ്പോർട്ട് റിസീവ്ഡ് ഫ്രം അതേഴ്സ് ഇൻ ദ പാസ്റ്റ്. നമുക്ക് പാസ്റ്റിൽ മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് പ്രതിഫലം നൽകുന്നു. എക്സ്പാൻഡ്സ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കഴിവ് വികസിപ്പിക്കുന്നു. ഇൻക്രീസ് എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽ ഫോർ കരിയർ ഡെവലപ്മെൻറ്റ്. തൊഴിൽ വികസനത്തിനുള്ള എക്സ്പീരിയൻസും സ്കില്ലും വർദ്ധിപ്പിക്കുന്നു. പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാല്യൂസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നു. ക്രിയേറ്റ് വർക്ക് അലയൻസ്. എൻകറേജ് സെൽഫ് റിഫ്ലക്ഷൻ ഓൺ യുവർ ഓൺ കരിയർ ആൻഡ് ഗോൾസ്. Hi everyone. Next topic we discuss about counseling. അപ്പോൾ മെൻറ്ററിങ് എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് വണ് കൗൺസിലിംഗ്. ഡെഫിനിഷൻ ഓഫ് കൗൺസിലിംഗ്: എ കോൺട്രാക്റ്റഡ് മീറ്റിംഗ് ബിറ്റ്വീൻ എ ക്ലയൻറ്റ് ആൻഡ് എ കൗൺസിലർ അറ്റ് എ സ്പെസിഫൈഡ് ഡേറ്റ്, ടൈം ആൻഡ് പ്ലേസ് വിത്ത് ദ സോൾ ഫോക്കസ് ടു ബെനിഫിറ്റ് ദ ക്ലയൻറ്റ്. ഒരു ക്ലയൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത ടൈമിലും ഡേറ്റിലും പ്ലേസിലും വെച്ച് നടക്കുന്ന ഒരു ക്ലയൻറ്റും കൗൺസിലറും തമ്മിലുള്ള കോൺട്രാക്റ്റിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, സെക്കൻഡ് വൺ നോൺ ഡയറക്റ്റീവ്, തേർഡ് വൺ പാർട്ടിസിപ്പേറ്റീവ് കൗൺസിലിംഗ്. In directive counseling is counselor centered. Here the counselor play an active role. Directive counseling ഒരു കൗൺസിലർ സെൻറ്റേർഡ് ആണ്. അതിൽ കൗൺസിലർ ഒരു ആക്റ്റീവ് റോൾ തന്നെ പ്ലേ ചെയ്യുന്നു. ഇത് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ടു ദ കൗൺസിലിംഗ് ആൻഡ് റെക്കമെൻഡ് സൊല്യൂഷൻ. ഡയറക്റ്റീവ് കൗൺസിലിംഗിൽ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. Non-directive counseling. It is indirect in approach. Here the counselor doesn't play the authoritarian role. ഇതിൽ കൗൺസിലർ പ്രധാന പങ്ക് വഹിക്കുന്നില്ല, മെയിൻ റോൾ വഹിക്കുന്നില്ല. ഇറ്റ് ഈസ് ക്ലയൻറ്റ് സെൻറ്റേർഡ്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് കൗൺസിലർ സെൻറ്റേർഡ് ആണെങ്കിൽ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ക്ലയൻറ്റ് സെൻറ്റേർഡ് ആണ്. ഹിയർ കൗൺസിലർ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിനുള്ള ഇൻഫോർമേഷൻ കൗൺസിലർ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ക്ലയൻറ്റ് മേക്ക് ആൻ അനലൈറ്റിക്കൽ ഓവർവ്യൂ ഓഫ് ദ പ്രോബ്ലം ഓഫ് ദ കൗൺസിലിംഗ്. കൗൺസിലിങ്ങിലൂടെ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, അതിനുള്ളൊരു ഓവർവ്യൂ, ഈ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു ഓവർവ്യൂ കണ്ടെത്തുന്നത് ക്ലയൻ്റ് ആണ്. Counselor doesn't make the decision.
ഇതിൽ കൗൺസിലർ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. കൗൺസിലർ ട്രൈസ് ടു മേക്ക് ദ പ്രോബ്ലം ക്ലിയർ ടു ഹിസ് ക്ലയന്റ് ആൻഡ് ദെൻ ആസ്ക് ഹിം ടു മേക്ക് ഡിസിഷൻ. കൗൺസിലർ എന്ത് ചെയ്യുന്നു, അതിനെ പറ്റിയുള്ള അവരുടെ പ്രോബ്ലംസിനുള്ള ഓവർവ്യൂ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അതിലൂടെ തന്നെ അവരോട് തന്നെ ഡിസിഷൻ എടുക്കാൻ ക്ലയന്റിനോട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറയുകയും ചെയ്യുന്നു. ഫീച്ചേഴ്സ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗിന്റെ 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. കൗൺസിലിംഗ് ഈസ് എ പ്രൊഫഷണൽ സർവീസ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സർവീസ് ആണ്, which is imparted by a professional counselor who is properly trained to handle various kinds of situation. വിവിധ തരത്തിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ശരിയായ ട്രെയിനിങ് ലഭിച്ച പ്രൊഫഷണൽ കൗൺസിലർ നൽകുന്ന പ്രൊഫഷണൽ സർവീസ് ആണ് എന്ത്, കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് ഹെൽപ്സ് ദ ക്ലയന്റ് മേക്ക് ഹിസ് ഓൺ ഡിസിഷൻ. കൗൺസിലിംഗില് ക്ലയന്റിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു. എപ്പോൾ? ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗിന്റെ ടൈമിൽ ക്ലയന്റിന് സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു. ദ കൗൺസിലർ ഈസ് നോട്ട് സപ്പോസ്ഡ് ടു മേക്ക് ഡിസിഷൻ ഫോർ ദ ക്ലയന്റ്. ക്ലയന്റിനായിട്ട് കൗൺസിലർ തീരുമാനമെടുക്കേണ്ടതില്ല. Counselor may provide various type of information so that client could get insight to take a decision. ക്ലയന്റിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം. കൗൺസിലർ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ സഹായത്താൽ ക്ലയന്റിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാവുന്നതാണ്. സ്റ്റേജസ് ഇൻ കൗൺസിലിംഗ്. നെക്സ്റ്റ് വൺ കൗൺസിലിംഗിൻ്റെ സ്റ്റേജസ് ആണ് പറയുന്നത്. ഡിഫൈനിങ് ദ പ്രോബ്ലംസ്, ഡിഫൈൻ ദ ക്ലയൻറ്റ്സ് എക്സ്പെക്റ്റേഷൻസ്, എക്സ്പ്ലോറിംഗ് ദ ആക്ഷൻസ് ടേക്കൻ ബൈ ക്ലയൻറ്റ്, ഗെറ്റിംഗ് ക്ലയൻറ്റ്സ് കമ്മിറ്റ്മെൻറ്റ്, എൻഡിങ് ദ സെഷൻ. പ്രോബ്ലംസ് ഡിഫൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ക്ലയൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഡിഫൈൻ ചെയ്യുന്നു. എക്സ്പ്ലോറിംഗ് ദ ആക്ഷൻസ് ടേക്കൻ ബൈ ക്ലയൻറ്റ് എടുത്ത ആക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്നു. ഗെറ്റിംഗ് ക്ലയൻറ്റ്സ് കമ്മിറ്റ്മെൻറ്റ്, ക്ലയൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ് നേടുന്നു. ലാസ്റ്റ് വൺ എൻഡിങ് ദ സെഷൻ. ഗോൾസ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗിൻ്റെ ലക്ഷ്യങ്ങൾ. പ്രൊമോട്ടിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, വളർച്ചയും വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. എക്സ്പ്ലോറിംഗ് ഡിഫിക്കൽട്ട് ഫീലിങ്സ്, വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇംപ്രൂവിംഗ് റിലേഷൻഷിപ്പ്, എൻഹാൻസിങ് കോപ്പിംഗ് സ്കിൽസ്. എൻഹാൻസിങ് കോപ്പിംഗ് സ്കിൽസ് പറഞ്ഞാൽ എന്തിനേയും നേരിടാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. ഫെസിലിറ്റേറ്റിംഗ് ബിഹേവിയർ ചേഞ്ച്, എക്സ്പ്ലോറിംഗ് ചോയ്സസ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻസ്. ചോയ്സസ് എക്സ്പ്ലോർ ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. കൗൺസിലിംഗിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇംപ്രൂവ് സോഷ്യൽ സ്കിൽസ്, സാമൂഹിക കഴിവുകൾ, സോഷ്യൽ സ്കിൽസ് വർദ്ധിക്കുന്നു. ഓവർകമ്മിങ് ഫീലിങ്സ് ഓഫ് ഇൻഅഡ്വക്കസി, അപര്യാപ്തത എന്ന ഫീലിങ്സിനെ മറികടക്കുന്നു. ടാക്ലിംഗ് ഡേ ടു ഡേ പ്രോബ്ലംസ്, ഡേ ടു ഡേ പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്നു. റീച്ചിങ് ടു ദ ഗോൾസ്, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കുന്നു. പ്ലാൻ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നു. താങ്ക് യു.